Amulya, will you marry me? ആദ്യ നീ കുറച്ചേരം റെസ്റ്റ് എടുക്ക. രാവിലെ തൊട്ട് ഫോണും പിടിച്ചിങ്ങനെ നിൽക്കാൻ തുടങ്ങിയതല്ലേ. ഞാൻ തിരിച്ച് ഹോട്ടൽ റൂമിലോട്ട് പോവാം. അച്ഛനമ്മയും തിരിച്ച് റീച്ച് ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ, നിന്റെയും ചേട്ടന്റെ കോളിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നോട് ഹാപ്പി ന്യൂസ് മാത്രം പറഞ്ഞാൽ മതി. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും കേട്ടോ. അയ്യോ, നെറ്റ് ഓണല്ലല്ലോ. നെറ്റ് ഓണല്ലാതെ മെസ്സേജ് എങ്ങനെ പോകുന്നല്ലേ? ഓൺ ചെയ്തേക്കാം. സാർ, നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ നടത്താൻ പല പ്ലാനുകളും ഉണ്ടാവും. ഈശ്വരൻ അതെല്ലാം മറ്റു വഴികളിലൂടെ നടത്തും. എൻ്റെ കാര്യം തന്നെ നോക്ക് സാർ. ഞാൻ ഉദ്ദേശിച്ച വഴിയിലൂടെ അല്ലെങ്കിലും ദൈവം എല്ലാം എനിക്ക് നടത്തി തന്നു. എൻ്റെ ഈ ജീവിതം മുഴുവൻ ഈശ്വരാനുഗ്രഹമാണ്, ഈശ്വരാനുഗ്രഹം. നെറ്റ് ഒന്ന് ഓഫാക്കി ഓൺ ചെയ്തപ്പോഴേക്കും മെസ്സേജൊക്കെ സുനാമി പോലെ വരുന്നേ. എല്ലാ മെസ്സേജ് ഓഫീസിൽ നിന്നാണല്ലോ. ചേട്ടന്റെ മെസ്സേജ് ഉണ്ടല്ലോ. വിക്രാന്ത്, സോറി, ഞങ്ങൾ വരുന്ന വഴിയിൽ നല്ല ട്രാഫിക് ഉണ്ട്. ഈ റൂട്ടിൽ വന്നാൽ നന്നായിട്ട് ലേറ്റ് ആവും തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ താജ്മഹൽ റൂട്ടിലേക്ക് പോയി ഷോർട്ട് കട്ടിലൂടെ അങ്ങോട്ടേക്ക് വരാം. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആവും. ക്ലയന്റിന് നീ ഹാൻഡിൽ ചെയ്തോണം. അച്ഛനും മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. വിക്രാന്ത്, ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും അമ്പലത്തിന്റെ നട അടച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരെയും കോൾ ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. തിരിച്ച് ഹോട്ടലിലേക്ക് പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാനും പ്രമീയും താജ്മഹലിലേക്ക് പോകും. താജ്മഹലിലേക്കോ? അവസാനം നിന്റെ റൗഡി കൊച്ചിനെ കൊണ്ട് അല്ലല്ല ഏടത്തിയും കൊണ്ട് താജ്മഹലിലേക്ക് പോകാന്ന് സമ്മതിച്ചു. അതുകൊണ്ട് ഞാനും പ്രമീയും താജ്മഹലിലേക്ക് പോകുന്നു. നമ്മുടെ പ്ലാൻ പോലെ ആയിരിക്കില്ല ഈശ്വരൻ കാര്യങ്ങൾ നടത്തി തരുന്നത്. എല്ലാം ഈശ്വരന്റെ കയ്യിൽ. അമ്മ ഒരു മിനിറ്റ്. നീ ഒന്നും മിണ്ടണ്ട. നിങ്ങളുടെ വലിയ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? ഇന്നോണ്ടല്ലേ അവസാനിപ്പിച്ചോണം. എത്ര വലിയ കള്ളങ്ങളാ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഞങ്ങളെ ചതിക്കായിരുന്നല്ലേ. അങ്ങനെ അവസാനം നാട്ടുകാരൊക്കെ എന്റെ മക്കളെ കുറിച്ച് പറഞ്ഞത് സത്യമായല്ലേ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ സ്വന്തം നാട് വിട്ട് ഇത്രയും ദൂരം വന്നത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഈ പാവങ്ങളെ ചതിക്കാൻ വേണ്ടിയാ കൊണ്ടുവന്നെന്ന് അറിഞ്ഞില്ല. പ്രമി, നീ ഒന്ന് സമാധാനിക്കും. മോളെ അമ്മ എന്തൊക്കെയായി കാണുന്നത്? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നേ? വേദാന്തന്റെ കയ്യിൽ മോതിരം കണ്ടില്ലേ? അവര് രണ്ടുപേരും വിവാഹ നിശ്ചയം നടത്താൻ വന്നതാ. നിങ്ങൾക്കെന്താ എനിക്ക് മനസ്സിലാവുന്ന പോലും മനസ്സിലാവുന്നില്ലേ?
ഇന്ന് വരെ ഇവരെ രണ്ടുപേരും കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് പോലും ഇവരെന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ എന്താ അവളോട് ചോദിക്കുന്നേ? അവരവരുടെ കല്യാണം ഉറപ്പിക്കാൻ വന്നതാ. വേദാന്ത്, ഈ കേട്ടതൊക്കെ സത്യാണോ? നിനക്ക് അമ്മുനെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? ഇവരോട് എന്താ സംസാരിക്കാനുള്ളത്? നല്ല അടി കൊടുക്കോ വേണ്ടേ? ഇനി നിങ്ങൾക്ക് എന്ത് തെളിവാ വേണ്ടത്? ഇവര് രണ്ടുപേരും കൂടി ഇനി നമ്മളെ പറ്റിക്കാൻ പോവാ. അതിനുവേണ്ടി തന്നെയാ നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെയല്ല. ഇവർക്ക് നമ്മളെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ നിന്നു കൊടുത്തതാ. ഞാനിതൊക്കെ ആദ്യമേ പറഞ്ഞതല്ലേ? അതൊക്കെ സത്യമായില്ലേ? നീ എന്താ അമ്മ ഒന്നും മിണ്ടാത്തത്? നീ സ്വന്തം അച്ഛനും അമ്മയ്ക്കും തന്ന വാക്കൊക്കെ മറന്നുപോയോ അമ്മു? ഈ നാടകം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? സത്യം പറ. അമ്മേ, ദയവേത് ഞാൻ പറയുന്നത് മിണ്ടി പോരുത്. ഞാനും എന്റെ ഭർത്താവും എന്റെ മകളോടാണ് സംസാരിക്കുന്നത്. അവരുടെ ഇഷ്ടത്തിന് വിടാൻ പാടില്ല എന്ന് നിങ്ങൾ ഇപ്പൊ തെളിയിച്ചു തന്നു. അമ്മു, നിങ്ങൾ മീറ്റിങ്ങിന് വേണ്ടി തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്? എന്നോട് സത്യം പറയാൻ പറ്റാത്ത വിധം നീ അകന്നുവല്ലേ മോളെ? അച്ഛ, പ്ലീസ് ലിസൺ ടു മീ. അമ്മൂല്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതിനെപ്പറ്റി ഇവക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇതെല്ലാം എന്റെ ഐഡിയയാണ്. നിങ്ങളോട് കല്യാണത്തെ പറ്റി സംസാരിക്കുന്നതിന് മുൻപ് അമൂല്യയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നാട്ടിൽ വെച്ച് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നെ കല്യാണം കഴിച്ച് എന്റെ കൂടെ ജീവിക്കാൻ ഇവക്ക് സമ്മതാണെന്ന് എനിക്ക് അറിയണ്ടേ? അത് ചോദിക്കുകയായിരുന്നു ഞാൻ. മാത്രമല്ല, ഇവക്ക് താജ്മഹൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സമ്മതം ചോദിക്കാന്ന് വെച്ചത്. ഈ കാര്യമൊന്നും അമൂല്യക്ക് അറിയുന്നതേ അല്ല. ഇതിൽ ഇവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. നിർത്ത്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് നാണമാകുന്നില്ലേ? നീ ഇത്രയും ഞങ്ങളോട് ചതി ചെയ്തിട്ടും നിന്റെ ഈ കഥ കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും ചെയ്ത ചതി തന്നെയാ. നിങ്ങൾ രണ്ടുപേരും നല്ല കുട്ടികളല്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ ഒരു വാക്കുപോലും മിണ്ടാൻ നിൽക്കുന്ന കണ്ടില്ലേ? അന്തസ്സും മര്യാദയും നാണമൊന്നും ഇല്ലാത്ത നിന്നെ പോലുള്ള ഒരാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമാവില്ല. നിനക്കൊരു പേടിയുണ്ടാവില്ല. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാ ഇതെല്ലാം നിങ്ങളോട് സംസാരിക്കണം ഞാൻ വിചാരിച്ചേ. മിണ്ടിപ്പോരുന്നു നീ. ഇതിനു വേണ്ടിയായിരുന്നല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളെ അമ്പലത്തിലേക്ക് അയച്ചത്? നല്ലതിനു വേണ്ടിയാണോ അല്ലയോ എന്നറിയില്ല. ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ നട അടച്ചിരുന്നു. അവിടെ ദർശനം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷെ ഇവിടെ നിങ്ങളുടെ ശരിയായ മുഖം ഞങ്ങൾ കണ്ടു. നിങ്ങളുടെ ഈ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ദൈവം ഞങ്ങളെ ഇങ്ങോട്ടേക്ക് തന്നെ അയച്ചത്. അമ്മു എന്റെ മകളാണെന്ന് എത്ര അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നാട്ടുകാരോടൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നോക്ക്, നമ്മളെ രണ്ടുപേരെ നാണം കെടുത്തി കളഞ്ഞില്ലേ? അമ്മേ, ഒരു മിനിറ്റ് ഒന്ന് സമാധാനിക്ക്. അമ്മൂല്യ ഒന്നും പറയരുത്. അവൾക്കൊന്നും അറിയില്ല. ഇതിനൊക്കെ കാരണക്കാരൻ ഞാൻ മാത്രമാണ്. അതായത് മീറ്റിങ്ങിനെന്ന് പറഞ്ഞ് ഇതിനു വേണ്ടിയായിരുന്നു വിക്കി? അവിടെ ആരും അറിയാതെ ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണോ ഇവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു വന്നത് വിക്കി? അങ്ങനെയല്ല അച്ഛാ. ചേട്ടന്റെ വിവാഹക്കാരും സംസാരിക്കാൻ വന്നത് സത്യം തന്നെയാണ്. എന്നാൽ ഈ മീറ്റിങ്ങും ക്ഷേത്ര ദർശനമൊക്കെ പ്ലാൻ ചെയ്തത് ഞാനാണ്.
ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് നേരിട്ട് വിവാഹകാര്യം പറയണമെന്ന് വിചാരിച്ചതാ. അപ്പോ ഇതൊക്കെ ചെയ്യാൻ നീയും കൂട്ടുന്നു അല്ലേ? കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് നിനക്ക് അറിയാമായിരുന്നു അല്ലേ? അതെ അച്ഛാ, അറിയാമായിരുന്നു. ഇനിയൊന്നും മിണ്ടരുത് വിക്കി. ഇനി നിങ്ങൾ ആരും ഞങ്ങളോട് സംസാരിക്കണ്ട. അങ്ങനെ സംസാരിച്ചിട്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെയൊക്കെ ശരിയായ മുഖം ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെ വെറും പൊട്ടന്മാരാക്കിയെന്നും മനസ്സിലായി. നിങ്ങൾ എല്ലാവരും തെറ്റ് ചെയ്തു. വാടി ഇങ്ങോട്ട്, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മേ. വാ. ഹലോ സിസ്റ്റർ, ഹൗ ആർ യു? കഴുത്തിന് മുകളിൽ തല കാണില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ വിക്കിയുടെ എപ്പിസോഡ് ക്ലിയർ ആയില്ലേ? ഇപ്പൊ പിന്നെ എന്തിനാ ചേച്ചി വെറുതെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുന്നേ? ഒരു കാരണമില്ലാതെ ഇങ്ങനെ മോഹം വേർപ്പിച്ചിരിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആവശ്യമുള്ള കാര്യത്തിന് ഞാൻ ടെൻഷൻ അടിക്കുന്നുണ്ടാ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നത്. ഒരുപാട് ലാഭം വേണമെങ്കിൽ അത്രയും തന്നെ റിസ്ക് എടുക്കണം. വിക്കിയുടെ എപ്പിസോഡ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതുവരെ വേദാന്തിന്റെ എപ്പിസോഡ് തുടങ്ങിയിട്ട് പോലുമില്ല. വേദാന്തിന്റെ കാശ് ചേച്ചിയുടെ കയ്യില, അവന്റെ ഭാവിയും ചേച്ചിയുടെ കയ്യില, അവന്റെ ജീവിതത്തിന്റെ കൺട്രോൾ മൊത്തം ചേച്ചിയുടെ കയ്യിലല്ലേ. ചേച്ചി എന്ത് പറഞ്ഞാലും അവൻ അതനുസരിക്കുമല്ലോ. ലൈഫ് ലോങ് അത് മിസ്സാകാതിരിക്കാൻ വേണ്ടി മാത്രമാ ഞാനിപ്പോ കൺട്രോൾ ചെയ്യുന്നത്. വേദാന്തിന്റെ വിവാഹം നമ്മൾ നടത്തണം. പക്ഷേ ഈ വീട്ടിൽ മരുമകളായി വരുന്നവൾ ആരായാലും ശരി, അവൾ എന്റെ കൺട്രോളിലായിരിക്കണം. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇപ്പൊ എന്റെ ടെൻഷൻ മുഴുവൻ. അവൻ ഇതുവരെ അവന്റെ കല്യാണക്കാരത്ത് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ കല്യാണമേ നടത്താതിരുന്നാ പിന്നെ ഒരു പ്രശ്നവും ഇല്ലല്ലോ. എന്തൊരു പൊട്ടനാ നീ! ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല എന്ന് വിചാരിച്ചോ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലേ. അല്ല, ഞാനിനി വേണ്ടാന്ന് പറഞ്ഞാലും ശ്രീധറും അമ്മയും വിക്കിയും ആദിയും എല്ലാവരും ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അവരുടെ വായടയ്ക്കാനും പറ്റില്ല, വേദാന്തിന് ഇഷ്ടമല്ലാന്ന് പറയാനും പറ്റില്ല. ഇപ്പൊ ഇത് മാത്രമല്ലല്ലോ പ്രശ്നം. കുറച്ചു നാള് മുമ്പ് വേദാന്ത് അവന്റെ കല്യാണക്കാര്യത്തെ പറ്റി എന്നോട് സംസാരിച്ചതാ. അതുകൊണ്ട് തന്നെ എന്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തിലായിരിക്കണം അവൻ താലി കെട്ടുന്നത്. അതാ ഇപ്പൊ എന്റെ ടെൻഷൻ. ഒരാവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചേച്ചി തന്നെയാ. വേദാന്തിനെ ചെറുപ്പം മുതലേ പെൺകുട്ടികളൊന്നും ശരിയല്ലെന്ന് ചേച്ചി തന്നെയല്ലേ പറഞ്ഞു വളർത്തിക്കൊണ്ടുവന്നേ. ചേച്ചി എന്ന ആ രീതിയിൽ അവനെ വളർത്തിയില്ലായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് അവന്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ 3 മക്കളെങ്കിലും ആയേനെ. ഞാൻ ഇതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ആലോചിച്ചിട്ട് തന്നെയാ ചെയ്തിട്ടുള്ളത്.
അതിന്റെയൊക്കെ റിസൾട്ട് എന്റെ ലാഭം തന്നെയായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ മാത്രമേ എനിക്ക് ഇതുപോലെ ഇവിടെ ഇരിക്കാൻ സാധിക്കൂ. ചേച്ചി ഇപ്പൊ വെറുതെ എന്നെയും കൂടെ ടെൻഷനാക്കി. വിചാരിക്കുന്നതല്ല അതേപടി നടക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതെല്ലാം ഇവിടെ വരെ എത്തിച്ചത് ചേച്ചിയാ. എല്ലാ ലാഭങ്ങളും എടുത്തതും ചേച്ചി തന്നെയാ. നിനക്കിപ്പോ എല്ലാ കാര്യങ്ങളും അറിയണമെന്നാണെങ്കിൽ ഞാൻ പറയാം, കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും അതിന് പിന്നിൽ ബലമായൊരു റീസൺ ഉണ്ടായിരിക്കും. വേദാന്ത് ഒരിക്കലും ഒരു പെൺകുട്ടികളുമായും ബന്ധമുണ്ടാക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ദേ ഇതാ. വിക്രാന്ത്, നീ ആദ്യം വിളിച്ചിരുന്നോ? ഈസ് ഷീ ഫൈൻ? അവൾക്കൊരു കുഴപ്പമില്ല ചേട്ടാ, വെറുതെ ടെൻഷൻ അടിക്കാണ്. ചേട്ടനൊന്നും ആലോചിക്കണ്ട. എന്തുണ്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്തോളാം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളായിട്ട് സ്ട്രെസ് കൊടുക്കരുത്, അത് നല്ലത്. അവളോട് എനിക്ക് ഒരിക്കലും കള്ളം പറയാൻ കഴിയില്ല ചേട്ടാ. സിറ്റുവേഷൻ ഓക്കെ ആണോ അല്ലയോ എന്ന് അവൾക്ക് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നറിയില്ലേ? ഐ ആം റിയലി സോറി ചേട്ടാ. ചേട്ടനെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ അയച്ച മെസ്സേജ് ഞാൻ അപ്പൊ തന്നെ കണ്ടിരുന്നെങ്കിൽ. അത് ആലോചിച്ച് ടെൻഷൻ അവിടെ വിക്രാന്ത്. എനിക്ക് വേണ്ടിയല്ല നീ ഇതൊക്കെ ചെയ്തത്. നീ തന്നെയല്ലേ എല്ലാം അറേഞ്ച് ചെയ്തത്. എനിക്കൊരു പ്രശ്നമില്ലടാ. അതെ ചേട്ടാ, നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നും പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നും കൂടി അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് താജ്മഹലിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ ഒരു പ്രശ്നമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഞാനും ആദ്യം ചേട്ടന്റെ വിവാഹം കാണാൻ വേണ്ടി എത്ര കാലോട്ട് വെയിറ്റ് ചെയ്യണമെന്നറിയോ? വിക്രാന്ത്, ഞാനിത് നിന്നോട് പറയാതിരുന്നതൊന്നും മനഃപൂർവ്വമായിരുന്നില്ലടാ. ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഓഫ് കോഴ്സ് ഞാനായിട്ട് തന്നെ എല്ലാം പറയാൻ നിന്നതാടാ. അതൊക്കെ വിട്ടേക്ക് ചേട്ടാ, നമുക്കതെല്ലാം കുറച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇപ്പൊ ചേട്ടന് മുമ്പിൽ വലിയൊരു പ്രശ്നമുണ്ട്. അച്ഛനും അമ്മയും ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ അവർക്ക് ചേട്ടനോടൊരു ബഹുമാനമുണ്ട്. എങ്ങനെയെങ്കിലും ചേട്ടൻ അവരെ കൺവിൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. അത് വേണ്ട വിക്രാന്ത്. അമൂല്യ ആദ്യം അവരോട് സംസാരിക്കട്ടെ. ഞാൻ തന്നെ എല്ലാം പറയാൻ ഒരുങ്ങിയതാ. അത് വേണ്ടാന്ന് അമൂല്യ തന്നെ എന്നോട് പറഞ്ഞത്. അവർക്ക് സമാധാനം കിട്ടാൻ അമൂല്യ എന്നെ സംസാരിക്കണം. ഇൻഫാക്ട് അവളായിട്ട് തന്നെ എല്ലാം തുറന്നു പറയട്ടെ. അത് തന്നെ അവളുടെ ആഗ്രഹം. അവള് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം എന്നെ വിളിക്കും. ആ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേടാ. ഹലോ അമൂല്യ. വേദാന്ത്, അച്ഛനും അമ്മയും ഹോട്ടലിലില്ല. അച്ഛന്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. അമ്മയുടെ ഫോൺ ഹോട്ടലിലുണ്ട്. എനിക്കാണെങ്കിൽ പേടിയാവുന്നു. ലിസൺ ടു മീ അമൂല്യ. നീ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യ്. അവർക്ക് ഇതൊക്കെ ദഹിക്കാൻ കുറച്ച് സമയമെടുക്കും. നീ അവരോട് സംസാരിച്ചിരുന്നില്ലേ? എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അമ്മയാണെങ്കിൽ കണ്ടിന്യൂസ് കരയായിരുന്നു. ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോ അച്ഛൻ പറഞ്ഞു അമ്മയ്ക്ക് കുറച്ച് സമയം കൊടുക്ക്, നീ ഇപ്പൊ ഒന്നും സംസാരിക്കാൻ നിക്കണ്ടെന്ന്. അമ്മ കരഞ്ഞു കരഞ്ഞ് തളർന്നു പോയി വേദ. അപ്പോഴാ അച്ഛൻ അമ്മയും കൊണ്ട് പുറത്തു പോയിട്ട് വരാന്ന് പറഞ്ഞത്. അച്ഛന്റെ സൗണ്ട് വല്ലാതെ മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചതാ, പക്ഷെ അച്ഛൻ എന്നെ തടഞ്ഞു. ഇപ്പൊ അവരിവിടുന്ന് പോയിട്ട് ഒരുപാട് സമയമായി വേദാന്ത്. നല്ലതിനു വേണ്ടി ആണോ അല്ലയോ എന്നറിയില്ല. ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ നട അടച്ചിരുന്നു. അവിടെ ദർശനം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷെ ഇവിടെ നിങ്ങളുടെ ശരിയായ മുഖം ഞങ്ങൾ കണ്ടു. വിക്രാന്ത്, അവരെങ്ങോട്ടാ പോയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. ഞാൻ തന്നെ പോയിട്ട് അവരോട് സംസാരിക്കാം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നീ കുറച്ചു നേരം അമൂല്യയുടെ കൂടെ പോയിട്ട് നിൽക്ക്. അവള് വല്ലാത്ത ടെൻഷനിലാടാ. ചേട്ടൻ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പോയി ഡ്രൈവറിനെ വിളിക്കേ, വേഗം വരാൻ പറ. താങ്ക്സ്.